ഹായ്. ഇന്ന് രാവിലെ ആണെങ്കിൽ മഴ തൂറ്റണ് നിൽക്കണം അങ്ങനെയായിരുന്നേ. അപ്പോൾ ചേട്ടൻ കുട കൊണ്ടുപോയത് വെളിയിൽ പോയി. വെളിയിൽ പുറത്ത് നിന്നപ്പം മഴ പെയ്തു. അപ്പം ഞാൻ പാവം വിചാരിച്ച് കുട കൊണ്ട് കൊടുത്തത് കുടയിൽ കയറണില്ല, ഞാൻ മഴ രസിച്ചാണ് നിൽക്കണതെന്ന് പറഞ്ഞു. ശരി, പിന്നെ ഞാൻ എന്തത് കുറേ വെണ്ടയ്ക്കയൊക്കെ വെണ്ടയ്ക്കയൊക്കെ അടത്ത് ഇറക്കി. കൃഷികളും മരങ്ങളൊക്കെ നല്ല രസിച്ച് നിൽക്കണം, വെള്ളമൊക്കെ കിട്ടിയല്ല, അതിന് ഇഷ്ടത്തിന് വെള്ളം കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ നോക്കുമ്പോൾ നിറയെ മൊട്ടുകൾ, ചെറിയ ചെറിയ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ എല്ലാം കിട്ടൂല, കുറച്ച് പൊഴിഞ്ഞൊക്കെ പോകും. എന്നാലും കുറേ മൊട്ടുകൾ നിൽക്കുന്ന കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ പഴുത്തതുകൊണ്ട് അങ്ങനെ അതിനെ കണ്ടിട്ട് വരുമ്പോൾ ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയേ. അപ്പോൾ കുറച്ച് അപ്പുറത്തെ വീടുകൾക്ക് 2 വീടുകൾക്കും കൊടുത്ത്. അടുത്ത് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തി കറിയാണ്. അപ്പോൾ ചമ്മന്തി കറിക്കുള്ള മുളകാണ് അടുത്ത് ഇറക്കണത്. ഇത് വെള്ള കാന്താരി പോലത്തെ, ഇത് ചമ്മന്തി കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് അതിനെ എടുത്ത്. അങ്ങനെ ഇഡ്ഡലി വേവാറായി, ഇഡ്ഡലി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ റെഡിയായി. അതൊക്കെ ഇളക്കി പെറുക്കിയിട്ട് അടുത്ത് കുറച്ച് മാവ് കൂടെ ആയിരുന്നു. ഇനി എന്തിനാ മാവിനെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെയും കൂടെ എടുത്ത് കലക്കിയൊക്കെ വീത്തി അടുത്ത സ്റ്റെപ്പും വെച്ചേ. അത് ഈ ഇടയ്ക്ക് അടുത്ത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കാമല്ലോ, വൈകുന്നേരത്തേക്കാലം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് അടുത്ത് ഞാൻ എൻ്റെ കാപ്പി എടുത്ത് ഞാനും കഴിച്ചു. അത് ചേട്ടൻ കുറച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെ അവരായിട്ടേ കഴുകി വൃത്തിയാക്കി അവരായിട്ടേ മസാല പുരട്ടിയൊക്കെ വെച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത്. ലെഗ് പീസ് 4 ലെഗ് പീസൊക്കെ ഉണ്ട്, കുറച്ച് അപ്പുറത്തെ ചേച്ചിക്കൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. ടാറ്റാ, ബൈ ബൈ, സീ യു.